വെങ്ങോല മേപ്രത്തുവടി ലാലു തോമസ് ലൈബ്രറി, മേപ്രത്തുവടി റെസിഡൻസ് അസോസിയേഷൻ, കേരള ബോഡിഫൈ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സമാപിച്ചു. ജൂലൈ 11 മുതൽ 25 വരെ നീണ്ട ക്യാമ്പിൽ അനേകം ആളുകൾ ചികിത്സാ സൗഖ്യം തേടിയെത്തി. ക്യാമ്പിൽ ലഭിച്ച സേവനം വളരെയധികം ആശ്വാസം പകർന്നതായി ഗുണഭോക്താക്കൾ പ്രതികരിച്ചു. ജീവിതശൈലി രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടെ വെങ്ങോല മേപ്രത്തുപടി ലാലു തോമസ് ലൈബ്രറിയിൽ കഴിഞ്ഞ 15 ദിവസങ്ങളിലായി നടന്നുവന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് സമാപനം. ജൂലൈ 11 മുതൽ 25 വരെ മേപ്രത്തുപടി റെസിഡൻസ് അസോസിയേഷൻ, കേരള ബോഡിഫൈ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ലൈബ്രറി ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രോഗപ്രതിരോധത്തിനും രോഗശമനത്തിനും വഴിയൊരുക്കുന്ന ഫുഡ് ആൻഡ് പൾസ് തെറാപ്പിയായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ആകർഷണം. ഈ രീതി വഴി കൈകാലുകൾ ഉൾപ്പെടെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകൾക്കും ഉത്തേജനം നൽകി രക്തചംക്രമണം വർദ്ധിപ്പിച്ച് അസുഖങ്ങൾ പ്രതിരോധിക്കാൻ കഴിയും എന്നതാണ് സവിശേഷത. ടെൻസ് EMS എന്ന ആധുനിക ടെക്നോളജിയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ക്ലിനിക്കൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഈ ചികിത്സാ രീതിയിലൂടെ 8 വയസ്സു മുതൽ ഏതു പ്രായക്കാർക്കും രോഗമുക്തി ലഭിക്കുമെന്ന് കേരള ബോഡിഫൈ ഫുഡ് ആൻഡ് പൾസ് തെറാപ്പി വക്താക്കൾ പറയുന്നു. ഞാൻ ബോഡിഫൈ മെഡിക്കൽ ക്യാമ്പുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഇന്നിവിടെ 14 ദിവസമായിട്ട് മേപ്രത്തുപടി റെസിഡൻസ് അസോസിയേഷനും ലാലു തോമസ് ലൈബ്രറിയും ചേർന്നൊരുക്കിയ ഈ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് 14 ദിവസമായിട്ട് വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നോട് സഹകരിച്ച ആനിസ് ചേച്ചി, ശിവൻ ചേട്ടൻ, ഞങ്ങളുടെ സ്റ്റാഫാണ് ഷീന മാഡം, എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ സഹകരിച്ചിട്ടുണ്ട്. ഇതിവിടെ ഈ ക്യാമ്പ് ഒരുക്കി തന്നത് സജിത എന്ന് പറഞ്ഞ ഒരു മാഡമാണ്. എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ ക്യാമ്പ് മാനേജറുടെ പേരിലും ഞങ്ങളുടെ കമ്പനിയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഈ മിഷൻ ബോഡിഫൈ മെഡിക്കൽ ക്യാമ്പ് പൂനെ ബേസ്ഡ് മെഷീനാണ്, ഇന്ത്യനാണ്. 1 വർഷം ഗ്യാരണ്ടിയോടുകൂടി എല്ലാവർക്കും 7ഓളം മെഷീൻ സെയിലായി, 10ഓളം മെഷീനത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നല്ല വിജയകരമായിട്ട് തന്നെ ഈ ക്യാമ്പ് നടത്തി പോകുന്നു. ഓക്കെ, താങ്ക് യു. 15 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ അനേകം ആളുകൾ ചികിത്സാ സൗഖ്യം തേടിയെത്തി. ക്യാമ്പിൽ ലഭിച്ച സേവനം വളരെയധികം ആശ്വാസം പകരുന്നതായി ഗുണഭോക്താക്കൾ പറഞ്ഞു. ഡയബറ്റിക്, കൊളസ്ട്രോള്, തൈറോയിഡ്, പ്രഷർ അങ്ങനെയുള്ള രോഗങ്ങളിലെല്ലാം അടിമയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വേദന കുറഞ്ഞിട്ടുണ്ട്. വേദന കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിന്റെ മുട്ടിന്റെ താഴേക്ക് വേദന ഉണ്ടായിരുന്നു. അവിടെ ഞരമ്പ് ബ്ലോക്കാണ്. അതിന് അല്പം കുറവുള്ളത് പോലെ തോന്നുന്നു. ഞാൻ വടി കുത്തി പിടിച്ചാണ് വീട്ടിൽ നടക്കുന്നത്. അതിൽ നിന്ന് ഒരു നേരിയ മുക്തി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉറക്കം കൂടുതൽ കിട്ടാനിട വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ തീർത്തും മാറുന്ന ഒരവസ്ഥയല്ലല്ലോ ഇത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും രോഗങ്ങളുള്ളതുകൊണ്ട് എല്ലാം വളരെ വളരെ പതുക്കെ മാത്രമേ മാറുള്ളൂ. ഡയബറ്റിക് എന്ന് പറഞ്ഞ രോഗം ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യില്ല. ഡയബറ്റിക് രോഗത്തിന് കുറവുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ജൂലൈ 11 വെങ്ങോല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി ഏലിയാസ് ആണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. മേപ്രത്തുപടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KR ശിവൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KM സലീം ആമുഖ പ്രഭാഷണം നടത്തി. അറക്കപ്പടി KPS ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയന ബഷീർ, അറക്കപ്പടി പനസിയ ഹോമിയോ ക്ലിനിക്കിലെ ഡോക്ടർ അനീസ സൈനുദ്ദീൻ, ലാലു തോമസ് ലൈബ്രറി സെക്രട്ടറി KK സുമേഷ്, വാർഡംഗങ്ങളായ അഡ്വക്കേറ്റ് ബേസിൽ പോൾ, ജോബി ഏലിയാസ്, TO രാജു, അഡ്വക്കേറ്റ് KV മാത്തപ്പൻ, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി KN ആനന്ദൻ, ക്യാമ്പ് മാനേജർ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. മേപ്രത്തുപടി ലാലു തോമസ് ലൈബ്രറി ഒരു ലൈബ്രറി എന്നതിലപ്പുറം ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലും ഈ സമൂഹത്തോട് ഒരു ബാധ്യത ഉള്ള എന്ന നിലയിലും ഈ പ്രദേശത്തുള്ള മുഴുവൻ സന്നദ്ധ സംഘടനയുമായി ഒരുമിച്ച് പ്രവർത്തിച്ചു പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മേപ്രത്തുപടി റെസിഡൻസ് അസോസിയേഷൻ്റെ സംയുക്തതയോടുകൂടി സഹകരണത്തോടുകൂടി കഴിഞ്ഞ 14 ദിവസമായിട്ട് ഇവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും ഇതിനെ പൂർണ്ണമായിട്ടും സഹകരിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തുള്ള ജാതിമത ഭേദമന്യേ, വർഗവ്യത്യാസമില്ലാതെ, പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം നൽകുന്ന സ്ഥാപന നിലയിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉൾപ്പെടുത്തി നമ്മുടെ ലൈബ്രറി നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിൽ സഹകരിക്കുന്ന മുഴുവൻ അംഗങ്ങളോടും നാട്ടുകാരോടും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളോടും ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ
ഈ ചികിത്സയ്ക്ക് എത്തിയ എല്ലാവരോടും അഗൈതമായ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. കേരള ബോഡിഫൈ ക്യാമ്പ് കോർഡിനേറ്റർ വയലാർ രാജീവൻ ചികിത്സാ രീതികൾ വിശദീകരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ ആശ്വാസം നൽകുന്ന ഫുഡ് ആൻഡ് പൾസ് തെറാപ്പി കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ 15 ദിവസം നീണ്ട ക്യാമ്പിലൂടെ സാധിച്ചതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.